വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. അഡോബി ഇൻഡിസൈൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ടൂളിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ടൂളിനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറിൽ, അതായത് ഫോട്ടോഷോപ്പിലും കോറൽ ഡ്രോയിലും പേജ് മേക്കറിലും ഒക്കെ പഠിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ടെക്സ്റ്റ് ടൂൾ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കഴ്സർ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കഴ്സർ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമ്മളത് ക്ലിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു കോളം നമ്മളവിടെ വരയ്ക്കണം. എന്നാൽ മാത്രമേ ടെക്സ്റ്റ് ടൂൾ അതിനുള്ളിൽ അപ്ലൈ ആയിട്ട് നിൽക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടൂൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ടെക്സ്റ്റ് കോളത്തിനുള്ളിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ടൈപ്പിംഗ് ആരംഭിക്കുക എന്നുള്ളതാണ്. നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻഡിസൈൻ എന്ന് പറയുന്ന വേർഡ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇൻഡിസൈൻ ടൈപ്പ് ചെയ്തപ്പോൾ അത് ചെറിയ ലെറ്ററിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് ഇനി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു നോക്കാം. ഇതിനാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ടൂൾ കൊണ്ട് തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യാനുസരണം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോണ്ടിൻ്റെ പേര് കാണുന്നിടത്ത്, അതായത് ഇവിടെ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണുന്നുണ്ട്. ആ കാണുന്ന ഓപ്ഷനിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആരോ മാർക്കിൽ നിന്ന് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇവിടെ ഇതിനകത്തും 2 ആരോ മാർക്കുകൾ കാണാം. നമ്മൾ ആ 2 ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ ഫോണ്ടുകളും അതിനകത്ത് കാണാൻ കഴിയും. ഏതൊക്കെ ഫോണ്ടുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ആ ഫോൺസ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ടാണ്. അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഫോണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കണം. സൈസ് വലുതാക്കാൻ വേണ്ടി അതിൻ്റെ നേരെ അടുത്തായി കാണുന്ന ഒരു 12 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അവിടെയും ഒരു ആരോ മാർക്ക് കാണാം. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം സൈസ് ഓപ്ഷൻസ് അവിടെ കാണാൻ കഴിയും. അതിലും ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ 72 വരെയാണ് ഡിഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻ. ഇനി അതിലും കൂടുതൽ സൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 60 കൊടുക്കുന്നു. 60 കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ എനിക്ക് 60 എന്ന അളവിലേക്ക് ആ ഫോണ്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ 72 വരെ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. 72-ൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായി വരും. അതാണ് ഈ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ 60 സെലക്ട് ചെയ്തു. അപ്പോൾ ഇൻഡിസൈൻ എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 60 എന്ന ഫോണ്ട് സൈസ് കൊടുത്തു. ഇനി ഈ ഏരിയൽ എന്ന് കണ്ട് നമ്മൾ ഫോണ്ടിൻ്റെ പേര് മാറ്റിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടെയും ഒരു ആരോ മാർക്ക് കാണാം. അവിടെ റെഗുലർ എന്നാണ് ഓപ്ഷൻ കാണുന്നത്. അതിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ, ഇറ്റാലിക്, അതുപോലെ തന്നെ ബോൾഡ് ഇറ്റാലിക്, അതുപോലെ തന്നെ ബ്ലാക്ക്, ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും. ബ്ലാക്ക് എന്ന് പറയുന്നത് ഏരിയൽ ബ്ലാക്കിനെയാണ് ഇവിടെ ബ്ലാക്ക് എന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റു ഓപ്ഷൻസൊക്കെ നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. റെഗുലർ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി ഉള്ള ഒരു സ്റ്റൈല്. ഇറ്റാലിക് എന്ന് പറയുന്നത് കുറച്ച് ചരിഞ്ഞ ലെറ്ററായിട്ട് കാണുന്നതിന്. ബോൾഡ് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്നെസ് കൂടിയ അളവിൽ നമുക്ക് കാണുന്നതിന്. ബോൾഡ് ഇറ്റാലിക് എന്ന് പറയുമ്പോൾ കുറച്ച് ചരിഞ്ഞിട്ട് എന്നാൽ കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ഫോണ്ടായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബോൾഡ് ഇറ്റാലിക് ഉപയോഗിക്കുന്നത്. രണ്ടും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇറ്റാലിക് എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഫോണ്ട് ഒരല്പം ചരിഞ്ഞതായിട്ട് കാണാൻ പറ്റും. അത് വേണ്ടെങ്കിൽ നമുക്ക് റെഗുലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോർമലാക്കാം. പിന്നെ വീണ്ടും അടുത്ത ബോൾഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്നെസ് കൂടി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൾഡ് ഇറ്റാലിക് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെയാണ്. ബോൾഡാണ് എന്നാൽ ഇറ്റാലിക്കും ആണ്. ഇതൊന്നും വേണ്ടെങ്കിൽ റെഗുലറിലേക്ക് മാറ്റാം. തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഏരിയലിൻ്റെ തൊട്ടടുത്ത ഫോണ്ടിനെയാണ് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്നത്. ആ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടെങ്കിൽ നമുക്ക് നോർമലിലേക്ക് പോകാം. റെഗുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ അളവ് നമ്മൾ സൈസ് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് 72 എന്ന് വീണ്ടും കാണുന്നുണ്ട്. അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരത്തെ സൈസ് അളവ് കണ്ടതുപോലെ തന്നെ കുറച്ച് അളവുകൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ അളവുകൾ സൂചിപ്പിക്കുന്നത് ഈ 2 ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിനെയാണ്. 2 ലെറ്ററുകൾ തമ്മിലുള്ള എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഒരു വേർഡ് കൂടെ ടൈപ്പ് ചെയ്യുന്നു.
ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നൊരു വേർഡ് കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് വേർഡുകൾക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ഇനിയും താഴോട്ട് കാണുന്ന കുറച്ച് വേർഡുകളുണ്ട് എങ്കിൽ ആ വേർഡുകൾ തമ്മിലുള്ള അകലം, അതായത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം നോർമലി ഇവിടെ 72 ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അളവ് നമ്മളിപ്പോൾ ഞാനിവിടെ 14 എന്ന് കൊടുക്കുന്നു. കണ്ടില്ലേ, അവിടെ സ്പേസ് കുറഞ്ഞിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നുകൂടെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടെ കൂട്ടി ഒരു 30 എന്ന് കൊടുക്കുന്നു. അവിടെ സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്തതിന് ശേഷം 30 എന്ന് പറയുന്ന അളവ് കൊടുക്കുക. കണ്ടില്ലേ, കുറച്ചുകൂടെ ഡിസ്റ്റൻസ് വന്നു. വീണ്ടും ഞാൻ കൂട്ടി കൊടുക്കുന്നു. 48 എന്ന് പറഞ്ഞ അളവ് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നു. 60 എന്ന അളവ് കൊടുത്തു. അവിടെ സെലക്ട് ആയിരിക്കണം. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കൊടുക്കുന്നു. 60 എന്ന അളവ് കൊടുത്തു. വീണ്ടും 72 എന്ന അളവ് കൊടുത്തു. ആ അളവ് തന്നെയാണ് നേരത്തെ നിന്നത്. 72 ആണ് അതിൻ്റെ നോർമൽ സൈസിൽ അളവ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ വരികൾക്കിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ലോഡ് വേർഡ് ഡിലീറ്റ് ചെയ്യുന്നു, ഡിസൈൻ മാത്രം നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സൈസ് അളവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായി ടി എന്ന് പറയുന്ന 2 ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ലെറ്ററും സൂചിപ്പിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിനെ ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇപ്പം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. അത് വേണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. അതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ മാറുന്നതാണ്. തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ നോക്കുക, TR, അതായത് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പവും സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുമായിരിക്കും കിട്ടുക. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് ലെറ്റർ വലുതാണ്, സെക്കൻഡ് ലെറ്റർ ചെറുതാണ്. വീണ്ടും ഡിസൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ലെറ്റർ വലിപ്പം കൂട്ടി കൊടുത്തിരുന്നു, സെക്കൻഡ് ലെറ്റർ എല്ലാം സ്മോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. ആ സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ എല്ലാം കൂടെ മുകളിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. സബ്സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. സാധാരണ ലെറ്ററിൻ്റെ അടുത്ത് കാണുന്ന ഒരു ലെറ്ററിൻ്റെ മുകളിലേക്കും താഴേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു വേർഡ് ടൈപ്പ് ചെയ്യാം. H2O എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് 2നെ സൂപ്പർ സ്ക്രിപ്റ്റ് അല്ല സബ്സ്ക്രിപ്റ്റ് ആക്കിയാണ് കൊടുക്കേണ്ടത്. അതായത് ഈ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഉണ്ടല്ലോ H2O. ഇത് വാട്ടർ എന്ന് പറയുന്ന ജലത്തിൻ്റെ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുതണമെങ്കിൽ ഈ 2 മാത്രം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നേരത്തെ നിന്നത് ഇങ്ങനെയാണ്, ഒന്നുകൂടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറും. വേറൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. 32 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ഈ 2 മാത്രം സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യണം. സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ മുകളിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3:2 എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അത് മാറും. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നോർമലാക്കണമെങ്കിൽ അതേ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇതേ വേർഡ് തന്നെ സെലക്ട് ചെയ്തിട്ട് തൊട്ടടുത്ത ഓപ്ഷൻ നോക്കുക. അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൻ്റെ ഒരു സിമ്പൽ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ, വേർഡ്സ് ഒന്നും എഴുതിയിട്ടില്ല. അത് അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് അണ്ടർലൈൻ കൊടുക്കാം. വേണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ പോകും. തൊട്ടടുത്തത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത് ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ചില ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ചില പാക്കിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ടാവും. ആ റേറ്റ് ഫസ്റ്റിലൊരു റേറ്റ് എഴുതിയിരിക്കും, എന്നിട്ട് അതിനെ വെട്ടിയിരിക്കും. എന്നിട്ട് ഒരു സെക്കൻഡ് വീണ്ടും ഒരു റേറ്റ് എഴുതിയിട്ട് അതിൽ ആ മുകളിൽ കാണിച്ചിരിക്കുന്ന വെട്ടിയിരിക്കുന്ന റേറ്റിൽ നിന്ന് കുറഞ്ഞൊരു റേറ്റാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള റേറ്റാണ് യഥാർത്ഥ റേറ്റ്, പക്ഷേ അത് തെറ്റാണ്, അതിപ്പോൾ ഇല്ല, അതിൽ നിന്നും കുറച്ചാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത ലെറ്റർ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വേർഡിനെ നമ്മൾ തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഫോണ്ടിൻ്റെ ഫോർമാറ്റിങ്ങിൽ വരുന്ന ഓപ്ഷൻസ്. ഇൻഡിസൈൻ എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. അതിൻ്റെ അടുത്തായിട്ട് സ്ട്രൈക്ക് ത്രൂവിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അടുത്ത ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം 2 വേർഡുകൾ തമ്മിലുള്ള 2 ലെറ്ററുകൾ തമ്മിലുള്ള അകലം സൂചിപ്പിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ഒരു അണ്ടർലൈൻ പോലൊരു വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, AV എന്നിട്ടിട്ട്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് -15 എന്ന് കൊടുത്താൽ കുറച്ചുകൂടെ അടുത്ത് നിൽക്കും.
ഇനി അതേ 50 താഴെ കൊടുക്കുക, പ്ലസ് എന്ന് പറയുന്ന 50 അളവ് കൊടുത്താൽ ലെറ്ററുകൾക്കിടയിൽ കുറച്ച് സ്പേസ് കിട്ടിയതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് 100 കൊടുത്ത് നോക്കാം. അപ്പോൾ ലെറ്ററുകൾക്കിടയിൽ സ്പേസ് കുറച്ചുകൂടെ കിട്ടിയതായിട്ട് മനസ്സിലാവും. ഇപ്പോൾ 200 എന്ന് പറയുന്ന അളവ് കൊടുത്താൽ നല്ല ഡിസ്റ്റൻസിൽ ലെറ്ററുകൾ വന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഓരോ ലെറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് വേർഡ്സ് തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ ലെറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അവിടെ നോർമലി നമുക്ക് 0 എന്ന് സെലക്ട് ചെയ്യാം. ആ 0 ആണ് അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള സൈസ്. അപ്പോൾ അവിടെ 0 എന്ന് സെലക്ട് ചെയ്യുക. ഒരു T ഇട്ടിട്ട് ഒരു ആരോ മാർക്ക് ഇങ്ങനെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു 25 സെലക്ട് ചെയ്യുന്നു. കണ്ടില്ലേ, അതിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഓപ്ഷനാണ് അവിടെ T എന്ന് കണ്ടിട്ട് ഒരു ആരോ മാർക്ക് മുകളിലേക്കും താഴേക്കും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് വേർഡിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ 25 എന്ന് പറയുന്ന ഹൈറ്റിലേക്കാണ് നിൽക്കുന്നത്. ഇനി ഒരു 50ലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടെ കിട്ടും. അതുപോലെ തന്നെ 75ലേക്ക് മാറ്റുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കിട്ടും. അതുപോലെ 100 എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർമൽ സൈസിലേക്ക് മാറി. ഇനി അവിടെ നിന്ന് ഞാനൊരു 200 കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓവറായിട്ട് ഹൈറ്റ് കൂടിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഹൈറ്റ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ആ തൊട്ടടുത്തായി കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ വാക്കിൻ്റെ മുകളിലും താഴെയുമായിട്ട് കുറച്ച് സെലക്ഷൻ ഏരിയ ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട്. അവിടേക്ക് ലെറ്ററിനെ കൊണ്ടുപോവുക. കണ്ടില്ലേ, ആ ആരോ മാർക്കിൽ മുകളിലോട്ടും താഴേക്കും ക്ലിക്ക് ചെയ്താൽ തൊട്ടടുത്ത ഓപ്ഷനിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ലെറ്ററിനെ നമുക്ക് ആ സെലക്ഷൻ്റെ താഴേക്കും മുകളിലേക്കും ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റും. അതിലേക്കുള്ള ഓപ്ഷനാണ് തൊട്ടടുത്തായിട്ട് കാണുന്ന ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഇന്ന് നോക്കി വയ്ക്കുക. ബാക്കി ഓപ്ഷനുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഓപ്ഷനുകളൊന്ന് നോക്കി പഠിച്ചു വയ്ക്കുക. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.